ശബരിമലയിൽ ചില ചിട്ടകളുണ്ട്. അവിടെ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരിപ്പോൾ എല്ലാം പറയുന്നത് സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞു. സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതൊരു കീഴ്വഴക്കമാണ്. അതിനു വേണ്ടി പറയാൻ ഒരുത്തരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഖണ്ഡിച്ചു ഈ ഗവൺമെൻറ്. സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി, മറ്റ് ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കിയപ്പോൾ NSS ശക്തമായിട്ട് അതിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ പോലെ പൊതുമുതൽ നശിപ്പിച്ചൊന്നുമല്ല. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തില്ല. നാമജപം വളരെ ചിലവ് കുറഞ്ഞ പാവം നാമജപ ഘോഷയാത്ര നടത്തി, അത് ക്ലിക്ക് ചെയ്തു. അന്നേരം ഇതിൻ്റെ കൂടെ കൂടിയാ വോട്ട് കിട്ടുമെന്നും പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസും BJPയും കൂടെ കൂടി. അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരത് വിട്ടുപോയി. രണ്ടുപേര് സ്ഥലം വിട്ടുപോയി. ഞങ്ങൾ ഒറ്റയായി. ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ കേസുകൾ നടത്തി. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി കിടക്കുക കേസ് ഇപ്പോഴും 9 അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ കിടക്കുക. അവിടെ കയറ്റരുതെന്നോ കയറ്റണമെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തെറ്റ് ചെയ്ത ഗവൺമെൻറ് തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവരുടെ ആ പ്രവൃത്തി അംഗീകരിക്കണ്ടേ? നമുക്ക് ലക്ഷ്യം അതേ ഉള്ളൂ. ഇത് മുതലെടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ആചാരങ്ങൾ നിലനിന്ന് പോകണം. അത് തിരുത്താൻ അവർ തയ്യാറാകുമ്പോൾ ആ നടപടിയിൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. ആഗോള മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കറക്റ്റ് ചെയ്ത ആ ഗവൺമെൻറ് അങ്ങനെ ഒരു നടപടിയിലേക്കും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നവർ വന്ന് ക്ഷണിച്ചു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവർ ക്ഷണിച്ചപ്പോൾ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന അത് നിലനിർത്തി കാണണം. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നിലനിർത്തി പോകാൻ ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിന് ഇതിനനുകൂലമായിട്ട് അവരൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതി ഗവൺമെൻറ്. ഞങ്ങൾ പഴയ അനുസരിച്ച് പോയിക്കോളാം. പക്ഷേ അവർ ഇതൊന്നും കൊടുത്തില്ലെങ്കിലും അവരത് പാലിച്ചു. അവർ നമുക്ക് ഉറപ്പ് തന്നു.